നമ്മളെല്ലാം ജയിക്കാനായി ജനിച്ചവരാണ്. അതുകൊണ്ട് ഭയം കൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ പാടില്ല. ഒരു സ്റ്റാർട്ടപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പഠിക്കുമ്പോൾ സീരിയൽ ഓഫ് സ്റ്റാർട്ടപ്പ് നിങ്ങൾക്ക് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ആദ്യത്തെ കാൽവയ്പ് നിങ്ങൾ കാൽ വെച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഇവിടെ എത്രയോ ബിസിനസ്സുകാരുണ്ട്. ഈ ബിസിനസ്സുകാരെല്ലാം ഭയന്ന് കഴിഞ്ഞാൽ അവർക്ക് സാധിക്കില്ല ബിസിനസ് തുടങ്ങാൻ. ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു ഭയവും പാടില്ല. നമ്മൾ ധൈര്യപൂർവ്വം രംഗത്ത് വരണം. വിജയിച്ചാലും തോറ്റാലും ഞാൻ എൻ്റെ ആശയം മറ്റുള്ളവരിൽ എത്തിക്കണം എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിലായിരിക്കണം നമ്മൾ ബിസിനസ് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങുമ്പോൾ ചെറിയ രീതിയിൽ അതിനെക്കുറിച്ച് ആലോചിക്കണം. ഒരു പേപ്പർ എടുക്കുമോ, നിങ്ങളുടെ ഐഡിയ ഒരു പേപ്പറിൽ എഴുതിക്കോ. ആ ഐഡിയ നോക്കിയിട്ട് നിങ്ങൾ അനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. ആദ്യത്തെ ഐഡിയ അത് പിന്നീട് 2 ഫ്രണ്ട്സിനോട് സംസാരിക്കുക. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സുകളായിട്ടെല്ലാം ബ്രെയിൻ സ്റ്റോം ചെയ്യുക. അങ്ങനെ പലരുടെയും ഐഡിയ കൂടിച്ചേരുന്നതാണ് ഒരു സ്റ്റാർട്ടപ്പ്. അങ്ങനെ നിങ്ങളെല്ലാവരും ചേർന്ന് ഒരു സംരംഭം ആരംഭിക്കുക. വിജയം മാത്രമേ നമ്മുടെ മുന്നിൽ കാണാൻ പാടുള്ളൂ. തോൽവി നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ബിസിനസ്സും ആരംഭിക്കാൻ പാടില്ല. അങ്ങനെ ആരും തന്നെ തോറ്റു കഴിഞ്ഞാൽ തോൽക്കേണ്ട സമയത്ത് തോറ്റിട്ടുണ്ട്, അവർ തന്നെ ജയിച്ചിട്ടുണ്ട്. വാറൻ ബഫറ്റുമാരുള്ള ആളുകളെല്ലാം ഇന്ന് വേൾഡിൽ എത്രയും വലിയ കോടീശ്വരനാകണമെങ്കിൽ അയാളെല്ലാം ഒരുപാട് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും അനുഭവിച്ചാണ് ഇന്ന് അയാൾ കോടീശ്വരനായിരിക്കുന്നത്. ഒരു തൊഴിലാളിയായി തന്നെ ജീവിതം തുടരണമെന്ന് ആഗ്രഹിച്ച് 62 വയസ്സ് വരെ പല കമ്പനികളിലും വർക്ക് ചെയ്ത് 40-ൽ പരം കമ്പനികളിലും 40 തരം സെയിൽസ്മാൻഷിപ്പിലും വർക്ക് ചെയ്ത് ജീവിതത്തിനെ പാഴാക്കിയ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.